നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് ശ്യാമ ഇവിടെ പെർഫോം ചെയ്തേ. അമ്മയും എല്ലാരും കയ്യിലെടുക്കാൻ നോക്കിയതാ. ഒടുവിലെ ചീറ്റിപ്പോയി. ആ വിസ്മയ്ക്ക് പകരം പാടിയതെല്ലാം അവളാത്രേ. വിസ്മയ വെറും ഡമ്മീന്ന്. അല്ല, ശ്യാമയുടെ ഒരു മിടുക്ക് നോക്കണേ. ആഖിയെയും എന്തിന് നമ്മുടെ അച്ഛനെ പോലും പറഞ്ഞു വിശ്വസിപ്പിച്ച് കളഞ്ഞില്ലേ. ശ്യാമ കുറച്ചൊക്കെ പാടും. അരുന്ധതി പറഞ്ഞതുപോലെ നാട്ടിലേക്ക് എത്രയ്ക്ക് പാട്ടുകാരുണ്ട്. എന്ന് വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പെരും കള്ളം പറയാമോ? നിനക്ക് അസൂയ. ശ്യാമയുടെ തീർത്താ തീരാത്ത പകയാ. അതാ അരുന്ധതിയുടെ ആ പച്ചക്കള്ളം നീ വിശ്വസിച്ച പോലെ പറയുന്നത്. അസൂയോ? എനിക്കോ? അതും ആ ശ്യാമയോടോ? അവൾ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു? സൗന്ദര്യത്തിന്റെ കാര്യത്തിലേ എന്റെ ഏഴയലത്ത് വരൂ അവള്. സൗന്ദര്യം സൗന്ദര്യം ഒഴുങ്ങി കഴിച്ചാ മതിയല്ലോ. എടി, മനസ്സ് നന്നായിരിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയണം. നിനക്കില്ലാത്ത ആ ക്വാളിറ്റി എല്ലാം എന്തായാലും ശ്യാമയ്ക്കുണ്ട്. ഓ, ഞാനപ്പോ മോശക്കാരിയല്ലേ? ഞാൻ മാത്രം മിസ് കേരളയാണ്. എന്നെ ജയിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്നൊന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. ശ്യാമയ്ക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത കഴിവാ. അതാരൊക്കെ എതിർത്താലും ഒരു കാലത്ത് ശ്യാമ ലോകം അറിയപ്പെടുന്ന പാട്ടുകാരിയാവുമെന്ന് എനിക്കിപ്പോ നല്ല വിശ്വാസമുണ്ട്. അപ്പൊ അരുണ് സ്വന്തം ഭാര്യ വിലയില്ല അല്ലേ? കുറെ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. സന്ദർഭമുണ്ടാക്കി എന്നെ കൊച്ചാക്കാൻ ശ്രമിക്കുക അരുൺ. അല്ലെങ്കിൽ തന്നെ അരുൺ ഇപ്പൊ ഈ ലോകത്തിലൊന്നും അല്ല ജീവിക്കുന്നത്. ഫംഗ്ഷന് തന്നെ പലപ്പോഴും അരുണിനെ കണ്ടില്ല. എവിടെയായിരുന്നു? ഒന്നുകിൽ ഫോണില്, അല്ലെങ്കിൽ എന്തോ ചിന്തയില്. ഈ മാറ്റം ആർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത്. വിവാഹം കഴിച്ചു എന്ന് കരുതി ഞാനിവിടെ ആരുടെ അടിമയൊന്നുമല്ല. ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ഭാര്യയല്ല, ഞാനാ. പതിവില്ലാത്തത് കണ്ടാ ഞാൻ ഇടപെടും. ഭാര്യ എന്ന അധികാരത്തിൽ തന്നെ. എന്നാലേ ഇനി ആ അധികാരവുമായിട്ട് നീ എന്റെ അടുത്ത് വന്നാ നീ വിവരം അറിയും. എന്നാ പിന്നെ വൈകിക്കണ്ട. എന്താ ചെയ്യാനുള്ളത്? കാണട്ടെ. വെറുതെ ഇരിക്കാൻ ഞാൻ പറയുന്നത്. മാറിക്കങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.